നിങ്ങൾ ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സെഷൻ ടൈമിങ്ങിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയും അല്ലെ? സെഷൻ ഓപ്പണിംഗ് റേഞ്ചും ക്ലോസിംഗ് റേഞ്ചും എല്ലാം ഇമ്പോർട്ടന്റ് ആണല്ലേ? സോ അത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻഡിക്കേറ്റർ പരിചയപ്പെടുത്താം. കുറെ പേർക്ക് അത് അറിയുമായിരിക്കും, എന്നാലും ഇപ്പോഴും അറിയാത്ത കുറെ പേരുണ്ടാവും അല്ലെ? അപ്പോൾ ഇതാണ് ആ ഇൻഡിക്കേറ്റർ ചാർട്ടിൽ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നിങ്ങൾക്ക് സിഡ്നി സെഷൻ എവിടെ നിന്ന് ഓപ്പൺ ആവുന്നു, ക്ലോസ് ആവുന്നു, അതിന്റെ ഇടയിൽ ടോക്കിയോ എവിടെ നിന്ന് ഓപ്പൺ ആവുന്നു, അത് എവിടെ ക്ലോസ് ആവുന്നു, ഏത് സെഷനാണ് ഓവർലാപ്പ് ചെയ്യുന്നത്, ആ സെഷനിൽ ഉണ്ടാവുന്ന മൂവ്മെന്റിന്റെ ഹൈ, ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് കാണാൻ പറ്റും. ആൻഡ് ഐ ആം ഡാം ഷുവർ ഇത് നിങ്ങളുടെ ചാർട്ട് അനലൈസിങ്ങിനെ മച്ച് മോർ ബെറ്റർ ആക്കും. പിന്നെ ഞാൻ അധികം കൊണടിക്കാതെ ഇൻഡിക്കേറ്റർ കാണിച്ചു തരാം. ഇൻഡിക്കേറ്ററിൽ പോയിട്ട് FX മാർക്കറ്റ് സെഷൻസ് എന്ന് സെർച്ച് ചെയ്താൽ ഈ ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇതിന്റെ സെറ്റിംഗ്സിലോട്ട് പോയാൽ നിങ്ങൾക്ക് ഇവിടെ ഇതിന്റെ കളറും കാര്യങ്ങളെല്ലാം ഓരോ സെഷൻ ഏത് കളർ വേണമെന്ന് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതോടൊപ്പം ഇതിന്റെ ടൈമിങ്ങും ഇതിൽ കാണിക്കുന്നുണ്ട്. ബട്ട് നിങ്ങൾ ടൈമിംഗ് ഒന്നും വ്യത്യാസം ചെയ്യരുത്. കാരണം എന്റെ ടോക്കിയോ ഓപ്പൺ ആവുന്ന ടൈം കറക്റ്റ് 5:30ക്കാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ടോക്കിയോ ഓപ്പൺ ആവുന്ന ടൈമും 5:30 തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് ആദ്യം നിങ്ങൾ ട്രേഡിംഗ് വ്യൂവിലത്തെ ഈ ഒരു ഓപ്ഷനിൽ പോയിട്ട് നിങ്ങളുടെ ആ ഒരു ടൈമിംഗ് അവിടെ സെറ്റ് ചെയ്യണം. എന്നാലാണ് നിങ്ങൾക്ക് ഈ അടിയിൽ കറക്റ്റ് നിങ്ങളുടെ കൺട്രിയിലുള്ള ആ ഒരു ടൈം ഇവിടെ അലൈൻ ആയിട്ട് വരുള്ളൂ. ഓക്കെ, പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഈ കാണിക്കുന്ന ഓപ്പണിംഗും ക്ലോസിംഗും കറക്റ്റ് ആണോ, കറക്റ്റ് ടൈമിംഗ് ആണോ എന്ന് അറിയാൻ ഏതെങ്കിലും ഒരു ഇപ്പൊ ബേബി പിപ്സിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, മാർക്കറ്റ് ടൈം സോൺ കൺവേർട്ടർ ഉണ്ട്. അതിൽ പോയിട്ട് അവിടുത്തെ ടൈമിങ്ങും നിങ്ങളുടെ കൺട്രിയിലത്തെ അവിടുത്തെ ടൈമിങ്ങും ഈ ഇതിൽ കാണിക്കുന്ന ഇതും കൂടി അലൈൻ ചെയ്ത് കറക്റ്റ് ആണോ എന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം യൂസ് ചെയ്താൽ മതി. അങ്ങനെ ഇൻഡിക്കേറ്ററിന്റെ ടൈമിംഗ് എല്ലാം ഡിഫോൾട്ട് ആയിട്ട് തന്നെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ പിന്നെ ടൈമിങ്ങിന്റെ കാര്യം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഒന്നും തൊടേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്ത് നോക്കിയതിനു ശേഷം ഉറപ്പ് വരുത്തിയതിനു ശേഷം ആ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്താൽ മതി. പിന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തു.